മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ച സമയത്ത് നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകളായി നമ്മൾ എല്ലാവരും മാറി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് താൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ ഇടപെടുന്നതിനായിട്ട് തനിക്ക് ഒരു സംവിധാനങ്ങളുടെയും ആവശ്യമില്ല, അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യും. തന്റെ MP പദവി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പദവി കൃത്യമായിട്ട് ജനങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കും, അത് 100% താൻ അതിനുവേണ്ടി ശ്രമിക്കും, പ്രയത്നിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കൃത്യമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട് ആലപ്പുഴയിലെ നമ്മുടെ കുടുംബശ്രീയിലെ അമ്മമാര്, ചേച്ചിമാര് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇത്രയും മാസമായിട്ട് ഞങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ല, ഓണം ഉണ്ണാനായിട്ട് ഞങ്ങൾക്ക് പണം എവിടുന്നാണ്. അപ്പോൾ തന്നെ അതിന്റെ മേലധികാരിയെ വിളിച്ചുകൊണ്ട് എത്ര രൂപയാണ് ഇവർക്ക് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വിതരണം ചെയ്യാനുള്ളത് അടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി. ഓണത്തിന് മുമ്പ് ആ പണം അവർക്ക് ലഭിക്കില്ല എന്ന് അദ്ദേഹത്തിന് അവിടെ നിന്ന് ബോധ്യപ്പെട്ട സമയത്ത് ഉടനടി 32 ലക്ഷം രൂപയാണ് അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപിച്ചത്. അത് കടമായിട്ടാണെങ്കിൽ പോലും ആ ഒരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസം അത് പൂർണ്ണമായിട്ടും ആ അമ്മമാരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വിഷയമായിട്ട് മാറി. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ജനനേതാവ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് എത്ര വിഷയങ്ങൾ അതിന് തൊട്ട് മുന്നാണ്, അതിന്റെ മുന്നത്തെ 2 ആഴ്ചകൾക്ക് ഇടയിൽ സംഭവിച്ച കാര്യമാണ്. കൊല്ലത്ത് ഒരു ഗൗതം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടലിൽ അദ്ദേഹത്തെ കാണാതായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മ കേരളത്തിലെ പോലീസിനെയും നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും രാഷ്ട്രീയക്കാരെയും എല്ലാവരെയും അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ UDF സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രി അടക്കം വിളിച്ച് കാര്യങ്ങൾ തിരക്കി അതിന്റെ വിഷയങ്ങളൊന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങളൊന്ന് സജീവമാക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു നീതിയും ലഭിച്ചില്ല എന്ന് അമ്മ തന്നെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു. അവിടെയാണ് സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ട് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ തന്റെ സംവിധാനങ്ങൾ, തന്റെ കഴിവ് ഉപയോഗപ്പെടുത്തി അവിടെ ആ രക്ഷാപ്രവർത്തനം കൃത്യമായിട്ട് ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പോ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ തൃശ്ശൂരിലെ ജനങ്ങൾ നമ്മുടെ കേരളത്തിന് തന്ന ഒരു സൗഭാഗ്യമാണ് ഈ പറയുന്ന സുരേഷ് ഗോപി എന്നുള്ളത് തർക്കമില്ല. ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അത് ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് പറയുന്നു. നമ്മുടെ തൃശ്ശൂർ ജില്ല, ഈ തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലയിൽ നമ്മൾക്കറിയാം, കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഒരു 10-25 വർഷമായിട്ട് പല MP മാരും കൂടെ പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. ഈ MP മാരൊക്കെ ഇലക്ഷനിലെ റിസൾട്ട് തങ്ങൾക്ക് അനുകൂലമായി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അടുത്ത 5 വർഷത്തിന് ശേഷമുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനമോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാറ്. പക്ഷെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു MP മാരെയും തൃശ്ശൂരിൽ ഇന്നേ വരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് തൃശ്ശൂരിൽ നിന്നല്ല, കേരളത്തിലെ മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളും ഇതേ സമാനമായിട്ടുള്ള സാഹചര്യമാണ് അന്നും ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു MP എന്നുള്ള നിലയിൽ നമ്മുടെ നാടിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മീഡിയകളിലൂടെ ജനങ്ങളിലേക്ക് അറിയാൻ ഒരു പരിധിവരെ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തുന്നത് പോലും നമ്മളെല്ലാവരും ആദ്യമായിട്ട് ഒരു MP ഭാഗത്തു നിന്നുള്ള പ്രവർത്തന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. നമ്മുടെ എറണാകുളം എന്ന് പറയുന്ന ജില്ലയിലെ MP ആയിട്ടുള്ള വ്യക്തി, നമ്മുടെ ഏറ്റവും മുഖ്യമായിട്ട് നമ്മുടെ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിട്ടുള്ള മുനമ്പം സമരത്തിൽ പോലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഏതെല്ലാം രീതിയിലാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറിയെന്ന് അവിടുത്തെ മുനമ്പത്തെ ജനങ്ങൾ തന്നെ കൃത്യമായിട്ട് പറയും. ഇത്രയും കാര്യങ്ങൾ ഒരു MP എന്നുള്ള നിലയിലേക്ക് നമ്മൾ സുരേഷ് ഗോപിയുടെ വിഷയങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 19 MP മാരും വേസ്റ്റുകളാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഒരു സംശയവുമില്ല. ഞാൻ ഈ പറഞ്ഞ കുടുംബശ്രീയുടെയും അല്ലെങ്കിൽ ഈ നമ്മുടെ ഗൗതം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാണാതായുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ മാത്രമല്ല, സുരേഷ് ഗോപി തൃശ്ശൂർ പാർലമെന്റിൽ ചെയ്തിരിക്കുന്ന കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന പദ്ധതികൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എല്ലാവരും അതിശയിച്ചു പോകും. അത്രക്ക് വലിയ കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റുകൾ ഇനി അടുത്ത കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ ഇതിലൂടെ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാന കാര്യം, ഈ സുരേഷ് ഗോപിക്കൊപ്പം തന്നെ കേരളത്തിൽ വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിജയം നേടിയ ഒരു വ്യക്തിയാണ് VV രാജേഷ്. അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ കോർപ്പറേഷനിൽ BJPയുടെ വിജയത്തോടനുബന്ധിച്ച് അദ്ദേഹം മേയറായി മാറി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോ ഈ തിരുവനന്തപുരത്ത് എല്ലാ വർഷവും കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും എവിടെയും പോകാതെ അവിടെ തന്നെ ടൗണിൽ തന്നെ സിറ്റിയിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. മഴ കുറയണം, വെള്ളം മാറിപ്പോണെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇപ്പൊ മഴ പെയ്താലൊക്കെ സിറ്റിയിൽ
വെള്ളക്കെട്ടില്ലാത്ത തരത്തിലേക്ക് പല രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ കൃത്യമായിട്ട് നടപ്പിലാക്കി കൊണ്ടുപോകുന്നു. അമേരിക്കയിലേക്ക് പോയി തന്റെ കോർപ്പറേഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന പദ്ധതികൾ, സംവിധാനങ്ങൾ എന്തെല്ലാമാണ്, അത് അവിടെ നടപ്പിലാക്കിയത് ഇവിടെ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് പഠിക്കുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള മാർഗരേഖകൾ തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേയർക്കെതിരെ വലിയ വിവാദവുമായിട്ട് CPM-ന്റെ അണ്ണന്മാര് വന്നിരിക്കുന്നത്. ഈ അണ്ണന്മാര് പറയുന്നത് അനാവശ്യമായിട്ട് കുറെ ഫണ്ട് സ്വരൂപിച്ച് BJP-യുടെ ആളുകൾക്ക് തന്നെ കൊടുക്കുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരിക്കലുമല്ല. 4000-ഓളം സ്റ്റാഫുകൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ട സാധന സാമഗ്രികളും ഇവർക്ക് വേണ്ട സഹായങ്ങളും ഓണത്തോടനുബന്ധിച്ചുള്ള ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഓണാഘോഷ പരിപാടികളും അടക്കം അതിഗംഭീരമായിട്ട് ചരിത്രത്തിൽ ഇന്നോ വരെ ഇല്ലാത്ത രീതിയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രവർത്തന കാര്യങ്ങൾ മാറ്റിയെടുത്തു എന്നുള്ള VV രാജേഷ് ചെയ്ത തെറ്റ്. ഈ തെറ്റാണ് ഈ നമ്മുടെ CPM-ന്റെ അണ്ണന്മാര് പറയുന്നത് ഇത് ഭീകരമാണ്, ഇതൊരു വലിയ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒരിക്കലുമല്ല. ഇതൊരു തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളോട് നമ്മുടെ നാട്ടിലുള്ള ആഘോഷ പരിപാടികളൊക്കെ ആ സ്ഥലത്തുള്ള തൊഴിലാളികളെ അവരെ സന്തോഷിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു തെറ്റാണ്. ഇതൊക്കെയാണ് ഇവർ പറയുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്ത് ചെയ്താലും അതിലൊരു കള്ളത്തരമുണ്ട് എന്ന് കാണുന്ന തരത്തിലേക്കുള്ള ഒരു വികൃതമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഉടമകളായിട്ട് സഖാക്കന്മാരും കോൺഗ്രസ്സുകാരും കൂടെ മാറി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ VV രാജേഷിനെ സംബന്ധിച്ച് നമ്മൾക്കറിയാം, അദ്ദേഹം തിരുവനന്തപുരം മേയർ ആയ സമയം മുതൽക്കേ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം കലാപരിപാടികളാണ് ഒപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ചിന്തിക്കൂ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടെത്തി ആ തെറ്റിനെ ജനങ്ങളുടെ ഇടയിൽ കൊണ്ടെത്തിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വളരെ നെഗറ്റീവായിട്ടുള്ള വ്യക്തിയാണ്, ഇവിടെ ഭരണം വളരെ മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര പരിശ്രമിച്ചിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപിയെയും VV രാജേഷിനെയും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. CPM-നും കോൺഗ്രസിനും അവരുടെ സൈബർ പോരാളികളൊക്കെ ഇതിനു മുന്നിൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് കേരള രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് 2024 മുതൽ ഇങ്ങോട്ടുള്ള സമയങ്ങളിൽ ഒരു BJP സംബന്ധിച്ച് ഒരു ചരിത്രപരമായിട്ടുള്ള 2 വിജയങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഭാവിയിൽ കേരളത്തിൽ BJP ഭരിക്കണോ വേണ്ടേ എന്നുള്ളത് പോലും താരതമ്യം ചെയ്യുന്ന രീതിയിലേക്ക് BJP-യുടെ സ്ഥാനാർത്ഥികളെ എങ്ങനെ വിജയിപ്പിച്ചാൽ ഗുണമുണ്ടാകുമോ എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് വിഷയങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരെല്ലാവരും തന്നെ ഇന്ന് ഈ 2 വ്യക്തികളുടെയും പ്രവർത്തനം കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കി കഴിഞ്ഞാലും ആ നെഗറ്റീവിനെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കഴിവുകളുള്ള ആളുകളാണ് ഞങ്ങളെന്നും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരും അതുപോലെയാണെന്നും ഞങ്ങളുടെ സംവിധാനവും ഞങ്ങളുടെ രാഷ്ട്രീയ പദ്ധതികളും എല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്നുള്ള രീതിയിലേക്കുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളെ മുന്നിലേക്ക് വെക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള കാര്യം എന്നുള്ളത് സംശയമില്ലാതെ നമുക്ക് കാണാൻ സാധിക്കും.